ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഹ്യുണ്ടായി ക്രെറ്റ 2025 മിഡ് സൈസ് SUV വിപണിയിൽ വീണ്ടും ആധിപത്യം തെളിയിച്ചു. ഒരു വർഷം 2 ലക്ഷം യൂണിറ്റുകൾ വിൽപ്പന നടത്തിയതോടെ മോഡൽ ചരിത്രപരമായ നേട്ടമാണ് കൈവരിച്ചത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് മിഡ് സൈസ് SUV വിപണിയിൽ സ്വന്തം ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. 2025 2 ലക്ഷം യൂണിറ്റുകൾ വിൽക്കാൻ സാധിച്ചതോടെ ക്രെറ്റ ചരിത്രപരമായ നേട്ടം കൈവരിച്ചു. ഈ കണക്കുകൾ പ്രകാരം ശരാശരി പ്രതിദിനം 550 ക്രെറ്റകൾ, അതായത് മണിക്കൂറിൽ ഏകദേശം 23 കാർ ഇന്ത്യയിലെ റോഡുകളിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച SUV എന്ന സ്ഥാനം ക്രെറ്റ നിലനിർത്തിയിരിക്കുകയാണ്. നിലവിൽ മിഡ് സൈസ് SUV വിഭാഗത്തിൽ 34% വിപണി വിഹിതം ക്രെറ്റയ്ക്കുണ്ട്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മോഡൽ 9% വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ഉപഭോക്താക്കളുടെ താൽപര്യം മാറുന്ന സാഹചര്യത്തിൽ ക്രെറ്റയുടെ വിജയത്തിന് പിന്നിൽ നിരവധി എഞ്ചിൻ ഓപ്ഷനുകളും സൗകര്യങ്ങളുമാണ്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, ടർബോ പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾ, മാനുവൽ, IVT, ടോർക്ക് കൺവെർട്ടർ, DCT, ഓട്ടോമാറ്റിക് ഓപ്ഷനുകൾ എന്നിവ ലഭ്യമാണ്. കൂടാതെ ക്രെറ്റ ഇലക്ട്രിക് പതിപ്പും വിപണിയിൽ ലഭ്യമാണ്. ഒരു വർഷത്തിൽ 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിൽക്കുക എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഡിസിഗ്നേറ്റ് തരുൺ ഗാർഗ പറഞ്ഞു. വിപണിയിലെ കിയ സെൽറ്റോസ്, മാരുതി വിറ്റാര, സുസൂക്കി ഗ്രാൻഡ് വിറ്റാര എന്നിവയുമായുള്ള കടുത്ത മത്സരത്തിനിടയിലും ക്രെറ്റയുടെ ജനപ്രീതി നിലനിൽക്കുന്നത് വിവിധ എഞ്ചിൻ ഓപ്ഷനുകളും ഉപയോഗ സൗകര്യങ്ങളും കാരണമാണെന്ന് വ്യവസായ വിദഗ്ധരും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയൽമി ഇന്ത്യയിൽ പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ശ്രേണിയുമായി എത്തുകയാണ്. റിയൽമി 16 Pro 5G, റിയൽമി 16 Pro Plus 5G മോഡലുകൾ ഉൾപ്പെടുന്ന റിയൽമി 16 Pro സീരീസ് ജനുവരി 6-ന് രാജ്യത്ത് ലോഞ്ച് ചെയ്യും. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ മത്സരം ശക്തമാക്കാൻ റിയൽമി 16 Pro സീരീസ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്നു. റിയൽമി 16 Pro 5G, റിയൽമി 16 Pro Plus 5G എന്നീ 2 മോഡലുകളാണ് ഈ ശ്രേണിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 2026 ജനുവരി 6-നാണ് ഔദ്യോഗിക ലോഞ്ച്. എന്നാൽ ഇന്ത്യൻ ലോഞ്ചിന് മുൻപ് തന്നെ ഈ ഫോണുകളുടെ വില വിവരങ്ങൾ ഓൺലൈനിൽ ലീക്കായി. റിയൽമി 16 Pro 5Gയുടെ 8GB RAM പ്ലസ് 128GB സ്റ്റോറേജ് വേരിയന്റിന് 31,999 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. 8GB RAM പ്ലസ് 256GB സ്റ്റോറേജ് മോഡലിന് 33,999 രൂപയും 12GB RAM പ്ലസ് 256GB സ്റ്റോറേജ് വേരിയന്റിന് 36,999 രൂപയുമാണ് വിലയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ വിലകൾ റിയൽമി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം റിയൽമി 16 Pro Plus 5G മോഡലിന്റെ വില ആരംഭിക്കുന്നത് 39,999 രൂപയിൽ നിന്നായിരിക്കും. 8GB RAM പ്ലസ് 128GB സ്റ്റോറേജ് വേരിയന്റിനാണ് ഈ വില. 8GB RAM പ്ലസ് 256GB വേരിയന്റിന് 41,999 രൂപയും 12GB RAM പ്ലസ് 256GB സ്റ്റോറേജ് ടോപ്പ് മോഡലിന് 44,999 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. ഓൺലൈനായി വിൽപ്പന ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ പ്രത്യേക ഓഫറുകളും ലഭിക്കുമെന്നാണ് സൂചന. റിയൽമി ഇന്ത്യയുടെ ഔദ്യോഗിക ഓൺലൈൻ സ്റ്റോറിലൂടെയും ഫ്ലിപ്കാർട്ട് വഴിയുമാണ് റിയൽമി 16 Pro സീരീസ് ഫോണുകളുടെ വിൽപ്പന. അർബൻ വൈൽഡ് എന്ന പുതിയ മോഡൽ തീമിലാണ് ഫോണുകൾ അവതരിപ്പിക്കുന്നത്. മാസ്റ്റർ ഗോൾഡ്, മാസ്റ്റർ ഗ്രേ എന്നീ നിറങ്ങളിലാണ് ഇവ വിപണിയിലെത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻസ്റ്റഗ്രാമിൽ ഹാഷ്ടാഗുകൾക്ക് കർശന നിയന്ത്രണം. ഇനി ഒരു പോസ്റ്റിന് 1 മുതൽ 5 വരെ മാത്രമേ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാൻ കഴിയൂ. കണ്ടന്റിന്റെ ഗുണനിലവാരവും ശരിയായ റീച്ചും ഉറപ്പാക്കുകയാണ് ഈ പുതിയ അപ്ഡേറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കൂട്ടാൻ സഹായിക്കുന്ന പ്രധാന ഘടകമായി കരുതപ്പെട്ടിരുന്ന ഹാഷ്ടാഗുകൾക്ക് ഇനി കർശന നിയന്ത്രണം. പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഇനി മുതൽ 3 മുതൽ 5 വരെ ഹാഷ്ടാഗുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അമിതമായ ഹാഷ്ടാഗ് ഉപയോഗം നിയന്ത്രിച്ച് കണ്ടന്റിന്റെ ഗുണനിലവാരത്തിനാണ് ഇൻസ്റ്റഗ്രാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഹാഷ്ടാഗുകൾ റീച്ച് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നില്ലെന്ന കാര്യം ഇൻസ്റ്റഗ്രാം CEO ആഡം മൊസേരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഉപയോക്താക്കളുടെ തിരച്ചിലുകൾ എളുപ്പമാക്കാനും കൃത്യമായ റിസൾട്ടുകൾ വേഗത്തിൽ ലഭിക്കാനുമാണ് ഹാഷ്ടാഗുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നതെന്നും കണ്ടന്റിന്റെ റീച്ച് നിർണ്ണയിക്കുന്നത് അതിന്റെ ഗുണനിലവാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടന്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹാഷ്ടാഗുകൾ നൽകുന്നത് റീച്ചിന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ അപ്ഡേറ്റിന്റെ ഭാഗമായി ഇഷ്ടം പോലെ ഹാഷ്ടാഗുകൾ ചേർത്ത് ആർട്ടിഫിഷ്യലായി റീച്ച് കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇനി ഫലപ്രദമാകില്ല. സ്പാം കണ്ടന്റുകൾ ഒഴിവാക്കുകയും യഥാർത്ഥ ഉപയോക്തൃ ഇടപെടലിലൂടെ കണ്ടന്റുകൾക്ക് സ്വീകാര്യത ലഭിക്കുകയുമാണ് ഇൻസ്റ്റഗ്രാം ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ ഫോക്കസ്ഡായ കണ്ടന്റുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ മാത്രം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം ഇൻസ്റ്റഗ്രാമിന്റെ സഹോദര പ്ലാറ്റ്ഫോമായ ത്രെഡ്സിലും സമാന നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു പോസ്റ്റിന് ഒരു ടാഗ് എന്ന രീതിയിലേക്കാണ് ചുരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.